ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലെ ഹിന്ദിക്കാരൻ വന്നിരുന്നിട്ട് ബെഡ്ഷീറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അവനോട് വില പേശി ഞാനൊരു ബെഡ്ഷീറ്റ് എടുക്കുകയും ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. ഒരു അത്യാവശ്യ കാര്യം എല്ലാവരോടും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട് വന്നേക്കണം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കണ്ടോ, ഇനിയിപ്പോൾ ഞാൻ പറയാം എന്താ കാര്യം എന്നുള്ളത്. ഹായ് ഗൈസ്, അപ്പോൾ 2026 ഇനിയിപ്പോൾ രണ്ടാമത്തെ തേപ്പിൻ്റെ കഥയും കൊണ്ടാണ് ഞാൻ വന്നേക്കണത്. രണ്ടാമത് പ്രാവശ്യവും ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ്. എന്താണ് എനിക്ക് പറ്റിയേക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ 2026 തുടങ്ങിയിട്ട് തുടർന്ന കാര്യങ്ങൾ മുഴുവനും കുഴപ്പത്തിലാണ് എല്ലാം ചെന്ന് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ പറ്റിയേക്കണ പെടലി ഞാൻ പറയാം. എമാ മാട്രിക്സിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ കാണുമ്പോൾ എമാ മാട്രിക്സിൻ്റെ ഇത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടെ അടുത്ത തേപ്പ് കിട്ടി. നമ്മൾ ബെഡ് വാങ്ങിച്ച് കഴിയുമ്പോൾ ബെഡും ഇടാനായിട്ട് ബെഡ്ഷീറ്റ് വേണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരു ഹിന്ദിക്കാരൻ ബെഡ്ഷീറ്റായിട്ട് വന്നു. അപ്പോൾ ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ്, ചേച്ചി കോട്ടനാണ്, അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള തുണിയുടെ ലെങ്ത്ത് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം നല്ല ലെങ്ത്തുള്ള ഒരു ബെഡ്ഷീറ്റാണിത്. ഇതിപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ 2 എം എം മാട്രസിൽ നല്ല സൂട്ടാകാൻ പറ്റുന്ന വിധത്തിൽ നല്ല ബെഡ്ഷീറ്റ്. അപ്പോൾ ആൾ വന്ന് ബെഡ് ഓർഡർ ചെയ്തേക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ബെഡ് വന്നു കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് വേണ്ടേ, അപ്പം ഞാൻ വാങ്ങിക്കാം. പക്ഷേ എന്നോട് പറഞ്ഞ വിലയെന്ന് പറഞ്ഞാൽ 800 രൂപയാണ് പറഞ്ഞത് ഈ ഒരു ബെഡ്ഷീറ്റിന്. അപ്പം ഞാൻ പറഞ്ഞു 3 ഐറ്റം കൂടി ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരൻ്റെ കയ്യിൽ. പുള്ളിക്കാരൻ നാട്ടിലോട്ട് പോണതിൻ്റെ പേരിൽ എനിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 800 രൂപയല്ലേ, ഇത്രയും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല, കുറച്ച് ഡിസ്കൗണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ടാ. ആളുടെ ആ ഗതികേട് കണ്ടിട്ടാണ് ഞാനിത് എടുത്തത്. ആ ഗതികേട് തന്നെയാണ് അവൻ്റെ വിജയം. ഈ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ പോയിക്കൊണ്ട് ഈ വക സാധനങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ വക ജാതികളെ കയറ്റരുത്. പിന്നെ ഈ പറഞ്ഞ ഈ മഹാൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലൊക്കെ ഈ സംഭവമായിട്ട് ഇനി വിൽക്കാൻ വരരുത്. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബെഡ്ഷീറ്റ് എടുത്തപ്പോൾ ഞാൻ ഓർത്ത് ബെഡ്ഷീറ്റ് മുറിച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ബെഡിന് ഇടാനായിട്ടുള്ള ബെഡ്ഷീറ്റായി. അതിന് പില്ലോ കവർ അടിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നിട്ട് എൻ്റെ ഉദ്ദേശം ഇത് വാങ്ങിച്ചേണ്ട. ഇത് ഞാൻ തയ്ക്കാൻ പോണതിന് തൊട്ട് മുന്നേ വെറുതെ തുണിയും ഒന്ന് പിടിച്ചു നോക്കി. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരട്ടെ. കാണുക, ഇത് ഞാൻ വാങ്ങിച്ച നേരത്ത് ഞാൻ അനുശേഷനെ കൂടിയൊക്കെ വലിച്ചു നോക്കിയ സംഭവം ഉണ്ടാ. അന്നേരം ഒന്നും ഇതിനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ സംഭവം ഞാൻ കഴുകിയതിന് ശേഷമുള്ള തയ്ക്കാന്നോർത്ത് കൊണ്ടുപോയത്. കഴുകി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്തോ കെമിക്കൽ റിയാക്ഷൻ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് അത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവം കാരണമാണ് ഇതിങ്ങനെ കയറിപ്പോണത്. അങ്ങനെ ഏകദേശം ഈ ഒരു കാര്യം തീരുമാനമായി. ഇനി ഇങ്ങനത്തെ ഹിന്ദിക്കാരൊക്കെ വീട്ടിൽ ഡിസ്കൗണ്ടിന് തുണി തരാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാതിരിക്കുക. അതാണ് ഞാനിപ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞത്. എനിക്ക് ഒരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. സംഭവം നമുക്ക് തുടക്കാൻ പോലും എടുക്കാനായിട്ട് പറ്റാത്ത അത്രയും ക്വാളിറ്റി ഇല്ലാത്ത തുണിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണം. എന്തായാലും 2026 കിട്ടിയ നല്ല മുട്ട പണി.